ഹായ് നമസ്കാരം പ്രിയ സിനിമാ പ്രേമികളെ. ഈ ആഴ്ചത്തെ സിനിമാ റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. മലയാള സിനിമയിലെ പരീക്ഷാത്മക സംവിധായകരിൽ ഒരാളായ കൃഷാന്ത് ഒരുക്കിയ ഏറ്റവും പുതിയ സൈബർ പങ്ക് ആക്ഷേപഹാസ്യ ചിത്രമാണ് മസ്തിഷ്ക മരണം, എ ഫ്രാങ്ക് ആൻഡ് ബൈറ്റിംഗ് ഓഫ് സൈമൺസ് മെമ്മറീസ് എന്ന ഈ പടം 2026 ഫെബ്രുവരി 27 പുറത്തിറങ്ങിയ ചിത്രമാണ്. ഇതിനോടകം തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ഈ ചിത്രം. സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. ഇതിൻ്റെ പ്രേക്ഷകർ നൽകിയ റേറ്റിംഗ് 10-ൽ 9.7 റേറ്റിംഗ്. ഇതൊരു ഡ്രാമ ത്രില്ലർ പടമാണ്. വളരെ നല്ലൊരു പടമാണ്. ഇതിനെപ്പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. 2046 നിയോ കൊച്ചി എന്ന സങ്കല്പത്തിലാണ് കഥ നടക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ വളർച്ച കാരണം മനുഷ്യൻ്റെ ഓർമ്മകൾ ചിപ്പുകളിലാക്കി മാറ്റാനും അത് മറ്റൊരാൾക്ക് വിൽക്കാനും കഴിയുന്ന ഒരു കാലമാണിത്. വിമൽ രാജ്, നിരഞ്ജൻ മണിയമ്പിള്ള രാജുവാണ് ഈ കഥാപാത്രം അവതരിപ്പിക്കുന്നത്. വിമൽ രാജ് തൻ്റെ മകളുടെ വിയോഗം തളർത്തിയ ആ സങ്കടം മറയ്ക്കാൻ വെർച്വൽ റിയാലിറ്റി ഗെയിമുകളിൽ അഭയം പ്രാപിക്കുകയാണ്. ഫ്രിഡ സോമൻ എന്ന കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത് രജീഷ വിജയനാണ്. ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു സൂപ്പർ താരമാണ് ഫ്രിഡ. AI താരങ്ങൾ സിനിമ കീഴടക്കുന്ന കാലത്തെ അവസാനത്തെ മനുഷ്യ താരങ്ങളിൽ ഒരാളാണ്. ഇതിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, വിമൽ അറിയാതെ ഫ്രിഡയുടെ സ്വകാര്യ ഓർമ്മകളടങ്ങിയ ഒരു വീഡിയോ ഗെയിമിൽ പ്രവേശിക്കുകയാണ്. ആ ഗെയിമിനുള്ളിലെ ഓർമ്മകളിൽ വിമൽ 2 കൊലപാതകങ്ങൾക്ക് സാക്ഷിയാകുകയാണ്. ഈ കൊലപാതകങ്ങൾ സത്യമാണോ അതോ സിസ്റ്റം നിർമ്മിച്ചതാണോ എന്ന അന്വേഷണമാണ് സിനിമയുടെ 2ാം പകുതി എന്ന് പറയുന്നത്. സംവിധാനത്തിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ ആവാസവ്യൂഹം, പുരുഷപ്രേതം എന്നീ ചിത്രങ്ങളിലൂടെ ദേശീയ ശ്രദ്ധ നേടിയ കൃഷാന്ത് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥിരം ശൈലിയായ മോക്കുമെൻ്ററി, അതായത് ആക്ഷേപഹാസ്യം ഈ ചിത്രത്തിലും കാണാം എന്നുള്ളതാണ്. അജിത് വിനായക ഫിലിംസിൻ്റെ ബാനറിൽ വിനായക അജിത്താണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. കൃഷാന്ത് ഫിലിംസും ഇതിൽ സഹകരിക്കുന്നുണ്ട്. 2046 കൊച്ചിയെ വിശ്വസനീയമായി അവതരിപ്പിക്കാൻ വലിയ ബജറ്റ് തന്നെ ചിത്രം ഉപയോഗിച്ചിട്ടുണ്ട്. സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത് ഇതിലെ അഭിനേതാക്കളാണ്. രജീഷ വിജയൻ ഫ്രിഡ സോമൻ എന്ന കഥാപാത്രത്തെ അതിമനോഹരമാക്കി. പ്രത്യേകിച്ച് സിനിമയുടെ അവസാനം വരുന്ന കോർട്ട് റൂം മോണോലോഗ് രജീഷയുടെ കരിയറിലെ തന്നെ മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണ്. നിരഞ്ജ് മണിയൻപിള്ള രാജു ഒരു സാധാരണക്കാരൻ്റെ നിസ്സഹായാവസ്ഥയും കോമഡിയും വളരെ മനോഹരമായിട്ട് ഭദ്രമാക്കി എന്ന് പറയാം. മറ്റ് താരങ്ങൾ ജഗദീഷ്, സുരേഷ് കൃഷ്ണ, ദിവ്യപ്രഭ, വിഷ്ണു അഗസ്ത്യ, രാഹുൽ രാജഗോപാൽ എന്നിവരാണ്. സുരേഷ് കൃഷ്ണയുടെയും ജഗദീഷിൻ്റെയും വേഷങ്ങൾ വളരെയധികം ചിരിപ്പിക്കുന്നതാണ്. വർക്കി ഒരുക്കിയ സംഗീതം ചിത്രത്തിൻ്റെ മൂഡിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് വേണം പറയാൻ. ഇതിലെ കോമള താമര എന്ന ഗാനം ഇതിനോടകം തന്നെ ഹിറ്റായിരിക്കുകയാണ്. റെട്രോ ട്യൂണുകളും ഫ്യൂച്ചറിസ്റ്റിക് സൗണ്ടുകളും കൂട്ടിയിണക്കിയ പശ്ചാത്തല സംഗീതം മികച്ചതാണ്. സിനിമാറ്റോഗ്രാഫി കൈകാര്യം ചെയ്തിരിക്കുന്നത് പ്രയാഗ് മുകുന്ദനാണ്. വിഷ്വൽ എഫക്റ്റുകളും പ്രൊഡക്ഷൻ ഡിസൈനും മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത തരത്തിൽ മികച്ചു നിൽക്കുകയാണ്. ഈ ഒരു ചിത്രത്തിലെ കഥയെടുക്കുകയാണെങ്കിൽ പുതിയ കാലത്തെ സ്വകാര്യതയെക്കുറിച്ചുള്ള ഗൗരവമായ ചിന്തയാണ് ഇതിൽ വെളിപ്പെടുത്തുന്നത്. ബ്ലാക്ക് കോമഡിയും സറ്റയറും നിറഞ്ഞതാണ് ഈ ഒരു പടം എന്ന് വേണം പറയാൻ. ഹോളിവുഡ് ലെവൽ സൈഫൈ പരീക്ഷണമാണ് ഈ ചിത്രം എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഒരു അവസാന വാക്ക് പറയുകയാണെങ്കിൽ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു സാധാരണ പടമല്ല ഇത്. എന്നാൽ ലോകോത്തര നിലവാരമുള്ള സയൻസ് ഫിക്ഷൻ സിനിമകളും സറ്റയറുകളും ഇഷ്ടപ്പെടുന്നവർക്ക് മസ്തിഷ്ക മരണം ഒരു ഗംഭീര അനുഭവമായിരിക്കും. ഓർമ്മകൾ പോലും ചരക്കാക്കപ്പെടുന്ന ഒരു ഭീകരമായ ഭാവിയെക്കുറിച്ചാണ് ഈ സിനിമ നമ്മോട് സംസാരിക്കുന്നത്. അടുത്തൊരു പടം നമ്മൾ നോക്കുന്നത് ICU ആണ്. ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട ഒരു പടമാണിത്. മലയാള സിനിമയിലെ പ്രശസ്ത സംവിധായകൻ ജോർജ് വർഗീസ് താന്തോന്നി ഫെയിമാണ്. ബിബിൻ ജോർജിനെയും ബാബുരാജിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി ഒരുക്കിയ ഏറ്റവും പുതിയ സസ്പെൻസ് ക്രൈം ത്രില്ലറാണ് ICU. 2026 ഫെബ്രുവരി 27 പുറത്തിറങ്ങിയ ഈ ചിത്രം ഒരു ഹോസ്പിറ്റൽ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഉദ്വേഗജനകമായ സംഭവ വികാസങ്ങളെയാണ് ദൃശ്യവൽക്കരിക്കുന്നത്. സിനിമയുടെ വിശദമായ റിവ്യൂ ആണ് നമ്മളിന്ന് നോക്കുന്നത്. പ്രേക്ഷകർ നൽകിയ റേറ്റിംഗ് 9.7 ഔട്ട് ഓഫ് 10. 1 മണിക്കൂർ 51 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചിത്രം ഡ്രാമ ത്രില്ലറാണ്. UA സർട്ടിഫിക്കറ്റാണ് നൽകിയിരിക്കുന്നത്. ഒരു ആശുപത്രിയുടെ തീവ്രപരിചരണ വിഭാഗത്തെ കേന്ദ്രീകരിച്ചാണ് ഈ സിനിമയുടെ കഥ വികസിക്കുന്നത് തന്നെ.
ഒരു അപ്രതീക്ഷിത ആക്രമണത്തെ തുടർന്ന് പരിക്കേറ്റവരും അവരുടെ കുടുംബാംഗങ്ങളും ഒരേ സമയം അവിടെ എത്തിച്ചേരുകയാണ്. ഉണ്ണി എന്ന കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത് ബിബിൻ ജോർജാണ്. സാധാരണക്കാരനായ ഒരു യുവാവ് അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങളിൽപ്പെട്ട് അയാൾക്ക് ഹോസ്പിറ്റലിൽ എത്തേണ്ടി വരുന്നു. മൈക്കിൾ എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത് ബാബുരാജാണ്. ഗൗരവക്കാരനും നിഗൂഢതകളുമുള്ള ഒരു കഥാപാത്രം. പുറത്ത് നടക്കുന്ന അക്രമങ്ങളും ആശുപത്രിക്ക് ഉള്ളിലെ സമ്മർദ്ദങ്ങളും ചേർന്ന് കഥയെ ഒരു ത്രില്ലർ മൂഡിലേക്ക് മാറ്റുകയാണ്. ശത്രുക്കളും മിത്രങ്ങളും ഒരേ സ്ഥലത്ത് കുടുങ്ങിപ്പോകുന്നതോടെ ഉണ്ടാകുന്ന സംഘർഷങ്ങളാണ് സിനിമയുടെ കാതൽ എന്ന് പറയുന്നത്. ജോർജ് വർഗീസാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു ക്ലോസ്ഡ് സ്പേസിൽ ഇത്രയും കഥാപാത്രങ്ങളെ വെച്ച് മടുപ്പില്ലാതെ കഥ പറയാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നൊരു പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. മിനി സ്റ്റുഡിയോയുടെ ബാനറിൽ ജെയിൻ പോൾ ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു പ്രമുഖ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പിന്തുണ സിനിമയുടെ ഗുണനിലവാരത്തിൽ വ്യക്തമാണ്. പ്രശസ്ത എഴുത്തുകാരൻ ഇ സന്തോഷ് കുമാറാണ് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിലെ പ്രധാന ആകർഷണം ഇതിലെ മികച്ച കാസ്റ്റിംഗ് ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ബിബിൻ ജോർജ് തൻ്റെ സ്ഥിരം കോമഡി വേഷങ്ങളിൽ നിന്ന് മാറി ഗൗരവമുള്ള ഒരു വേഷത്തിലാണ് അദ്ദേഹം തിളങ്ങിയിരിക്കുന്നത്. നെഗറ്റീവ് ടച്ചുള്ള മൈക്കിൾ എന്ന കഥാപാത്രത്തെ ബാബുരാജ് തന്മയത്വത്തോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. മുരളി ഗോപിയാണെങ്കിൽ ഫ്രാൻസിസ് എന്ന കഥാപാത്രത്തെ തൻ്റെ അഭിനയ മികവ് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അഭിനയം. മറ്റ് താരങ്ങൾ വിസ്മയ അനീഷ്, മീര വാസുദേവൻ, ശ്രീകാന്ത് മുരളി, നവാസ് വള്ളിക്കുന്ന് എന്നിവരും തങ്ങളുടെ വേഷങ്ങൾ മനോഹരമാക്കിയിട്ടുണ്ട്. ജോസ് ഫ്രാങ്ക്ലിനാണ് ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. BK ഹരിനാരായണൻ എഴുതിയ വരികൾക്ക് സോറജ് സന്തോഷ് ജീവൻ നൽകിയിരിക്കുന്നു. പശ്ചാത്തല സംഗീതം സിനിമയുടെ ത്രില്ലർ സ്വഭാവം നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ലോകനാഥനാണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആശുപത്രിയുടെ ഇടുങ്ങിയ ഇടങ്ങൾ വളരെ മനോഹരമായി അദ്ദേഹം പകർത്തിയിട്ടുണ്ട്. എഡിറ്റിംഗ് ലിജോ പോളാണ്. അഭിനയം നോക്കുവാണെങ്കിൽ ബിബിൻ ജോർജിൻ്റെ കരിയറിലെ മികച്ച ഒരു പ്രകടനമാണ്. ത്രില്ലർ ഫാക്ടർ നോക്കുവാണെങ്കിൽ ഉദ്വേഗജനകമായ രണ്ടാം പകുതിയാണ് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത. ഒരു അവസാന വാക്ക് പറയുകയാണെങ്കിൽ അമിതമായ ആക്ഷനോ മാസ് രംഗങ്ങളോ പ്രതീക്ഷിക്കാതെ പോകുന്നവർക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു മികച്ച ഇൻഡോർ ത്രില്ലറാണ് ICU. അവസാന നിമിഷം വരെ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന ക്ലൈമാക്സ് സിനിമയുടെ വലിയ പ്ലസ് പോയിൻ്റാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഈ ആഴ്ച ഏതു പടമാണ് കണ്ടത് അല്ലെങ്കിൽ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അടുത്തയാഴ്ച വീണ്ടും സിനിമാ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.